കർഷകരുടെ ഉറക്കം കെടുത്തി ഹൈറേഞ്ചിൽ ഏലക്ക മോഷണം പതിവാകുന്നു. പ്രധാന ഉൽപാദന മേഖലകളായ പാമ്പാടംപാറ, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, രാജാക്കാട് മേഖലകളിലെല്ലാം മോഷണം തുടരുകയാണ്. ഏലക്കായ്ക്ക് ഭേദപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയതോടെയാണ് രാത്രി വിളവെടുക്കാനിറങ്ങുന്ന മോഷ്ടാക്കളുടെ എണ്ണം കൂടുതൽ. പാകമായവ മാത്രം കൃത്യമായി വിളവെടുക്കുന്നതാണ് ഇപ്പോഴത്തെ മോഷ്ടാക്കളുടെ രീതിയെന്ന് കർഷകർ പറയുന്നു. കൃത്യമായ തൂക്കമോ തെളിവുകളോ ഇല്ലാതെ ആരോട് പരാതി പറയുമെന്നും കർഷകർക്കറിയില്ല. വിളവെടുത്ത ശേഷം ശേഖരിക്കുന്ന ഏലക്കയും കർഷകരുടെ കണ്ടുവെട്ടിച്ച മോഷ്ടാക്കൾ കടത്തുന്നുണ്ട്. പല മേഖലകളിലും രാത്രിയിലും പകലും മോഷണം നടക്കുന്നതായി കർഷകർ പറയുന്നു. കർഷകരിൽ നിന്ന് വ്യാപാരികൾ ശേഖരിക്കുന്ന ഏലക്കയും മോഷ്ടാക്കൾ കവരുന്നത് ജില്ലയിൽ വ്യാപകമായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 1 കോടിയുടെ ഏലക്കയും കുരുമുളകുമാണ് ജില്ലയിൽ നിന്ന് മോഷണം പോയതെന്നാണ് വ്യാപാരികളുടെ കണക്ക്. വ്യാപാര സ്ഥാപനങ്ങളിലടക്കം മോഷണം വ്യാപകമാകുന്ന വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അടുത്തിടെ കട്ടപ്പനയിലെ RMS സ്പൈസസ് എന്ന സ്ഥാപനം കുത്തിത്തുറന്ന് 120 കിലോ ഏലക്കായാണ് മോഷ്ടാക്കൾ കടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും നേരിട്ടാണ് കർഷകർ കൃഷിയിറങ്ങുന്നത്. ഇതിനിടെ മോഷണം കൂടി വ്യാപകമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.